സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും പ്രണാമം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഹരിനാമ കീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം. ഇവിടെ ഭഗവാന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കുകയായിരുന്നു തൊട്ടു മുമ്പുള്ള ശ്ലോകങ്ങളിൽ എഴുത്തച്ഛൻ ചെയ്തത്. ഭഗവാനെ, അങ്ങയെ എനിക്ക് എപ്പോഴും നനയ്ക്കുവാനായി അങ്ങയുടെ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടാകണമേ. ആ പുറമേ കാണുന്ന സ്വരൂപി ഞാൻ തന്നെ ആയിരിക്കണേ, എൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ആ പരമാത്മ തത്വമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനു മുമ്പ് എന്ത് ഞാൻ കണ്ടാലും അങ്ങയുടെ രൂപമായിരിക്കണേ, എന്ത് ഞാൻ കേട്ടാലും അങ്ങയുടെ സ്തുതികളായിരിക്കണേ, ഞാൻ എന്ത് കർമ്മം ചെയ്യിച്ചാലും അങ്ങയ്ക്കുള്ള പൂജയായിരിക്കണേ, ഞാൻ എന്തെല്ലാമാണെങ്കിലും അത് അങ്ങയ്ക്കുള്ള കർമ്മമായിരിക്കണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ കണ്ടിരുന്നു. നമുക്കിനി തുടർന്ന് പഠിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. 57 ശ്ലോകം. ലക്ഷ്യം പ്രകാരമൊടു സൃഷ്ടിപ്പതിന്നുമിതു രക്ഷിപ്പതിന്നുമത ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീരണ്ടു ശക്തികളും എങ്കെന്നുദിച്ചവകൾ നാരായണായ നമ എന്നാണ് 57 ശ്ലോകം. അക്ഷരമാലയിലെ ലാ എന്ന അക്ഷരം കൊണ്ട് ഇത് തുടങ്ങുകയാണ്. നമുക്ക് പാരായണം ചെയ്യാം. ലക്ഷം പ്രകാരമൊരു സൃഷ്ടിപ്പതിന്നുമിതു രക്ഷിപ്പതിന്നുമത ശിക്ഷിപ്പതിന്നുമിഹം വിക്ഷേപമാവരണമീരണ്ടു ശക്തികളുമെങ്കെന്നുദിച്ചവകൾ നാരായണായ നമം. ലക്ഷം പ്രകാരമൊരു സൃഷ്ടിപ്പതിന്നുമിതു രക്ഷിപ്പതിന്നുമത ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീരണ്ടു ശക്തികളു എങ്കെന്നുദിച്ചവകൾ നാരായണായ നമം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ലക്ഷം പ്രകാരമൊരു എണ്ണിപ്പറയുവാനാവാത്ത വിധം സൃഷ്ടിപ്പതിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനും രക്ഷിപ്പതിനും ഇതിനെ രക്ഷിക്കുന്നതിനും അതായത് പാലിക്കുന്നതിനും അധ ശേഷം ശിക്ഷിപ്പതിന്നുമിഹ അതിനുശേഷം എന്താ ഈ പ്രപഞ്ചത്തെ ശിക്ഷിക്കുക അതായത് തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതിനും വിക്ഷേപം ആവരണം ഈ രണ്ട് ശക്തികളുടെ എങ്കെന്നുദിച്ചവകൾ. വിക്ഷേപം എന്ന് വെച്ചാൽ സൃഷ്ടിശക്തിയെ വിളിക്കുന്ന പേരാണ് വിക്ഷേപമെന്നും. ആവരണം എന്നാൽ
ജീവനും പരമാത്മാവും തമ്മിൽ ഒന്നാണ് എന്ന ബോധത്തെ മറയ്ക്കുന്ന മായാശക്തിയെ വിളിക്കുന്ന പേരാണ് ആവരണം. മായയുടെ രണ്ട് മക്കളെന്ന് വേണേൽ നമുക്ക് വിക്ഷേപത്തിനെയും ആവരണത്തിനെയും പറയാം. ഇത് മായ തന്നെയാണ്. ഈ രണ്ട് ശക്തികളും, ഇവ രണ്ടും, വിക്ഷേപവും ആവരണവും എന്ന ഈ രണ്ട് ശക്തികളും എങ്കെന്നുദിച്ചവകൾ, എങ്കിൽ നിന്നും ഉണ്ടായി എന്ന് ഹരിനാരായണായ നമ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വളരെ മനോഹരമായി പറയുന്നു. ഇത് വളരെ കുറച്ച് ടെക്നിക്കലാണ്, പക്ഷേ നമ്മൾ മായയെ മുൻനിർത്തി പഠിച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. മായാശക്തി കൊണ്ട് ഭഗവാൻ സൃഷ്ടി നടത്തുന്നു, ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു, തൻ്റെ മായാശക്തി കൊണ്ട് തന്നെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലേ? ഈ അനന്തമായ വൈവിധ്യത്തോടു കൂടിയ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നതും കാരണമായ വിക്ഷേപം, ആവരണം എന്ന രണ്ട് മായാശക്തികൾ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായി. അതുകൊണ്ട് അതിനെയും ഇവിടെ നമസ്കരിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. അഹമേവ വിഷ്ണു. അപ്പോൾ എന്നിൽ നിന്ന് തന്നെ, തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് എന്നിൽ നിന്ന് തന്നെയാണ് ഈ ശക്തി ഉണ്ടായിരിക്കുന്നത് എന്നും പറയാം. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പ്രതിഭാസങ്ങളെ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, ലയമുണ്ട് ഇത്യാദി ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ ഒരു മായാശക്തിയാണ്. മായ ഉള്ളതുകൊണ്ട് നമുക്ക് സൃഷ്ടിയുള്ളതായിട്ടും, അല്ലേ, ഇത് നിലനിൽക്കുന്നതായിട്ടും ഒരിക്കലിത് നശിക്കും എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ പോകുന്നു. യഥാർത്ഥത്തിൽ ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ആ മായ എങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലേ, ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മായ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടിയുമില്ല, സ്ഥിതിയുമില്ല, ലയവുമില്ല, ഏകമായ ബ്രഹ്മം മാത്രം. അത് നമ്മളുടെ അജ്ഞാനം കൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ഭഗവാനെ സംബന്ധിച്ച് ഇതൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇത് നമ്മളുടെ മിഥ്യാബോധമാണ്. അത് മാറ്റിത്തരണേ എന്ന് ആചാര്യൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ പറയാം. ഈ എണ്ണിപ്പറയാനാവാത്ത വിധം ഈ വിവിധങ്ങളായ പ്രപഞ്ച സൃഷ്ടിയെ അങ്ങ് തന്നെ സൃഷ്ടിച്ചു, അങ്ങ് തന്നെ അതിനെ നിലനിർത്തുന്നു, അങ്ങ് തന്നെയാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നതും. ഇത് അങ്ങയുടെ മായ കൊണ്ട്, അല്ലേ, വിക്ഷേപം, ആവരണം എന്ന ശാസ്ത്രീയ നാമം ഇവിടെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങയുടെ മായ വിക്ഷേപശക്തിയെ സൃഷ്ടിശക്തി എന്നാണ് പറയുന്നത്. അതായത് സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ അലങ്കരിച്ചിരിക്കുന്ന മായയെയാണ് വിക്ഷേപം എന്ന് പറയുന്നത്. ഈശ്വരനും പരമാത്മാവും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാ ജീവരാശികളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള ബോധം നമ്മളിൽ നിന്നും മറയ്ക്കുന്നതിനെയാണ് ആവരണ ശക്തി എന്ന് പറയും. ഇത് രണ്ടും മായ തന്നെയാണ്. ആ മായ എന്നിലുള്ളത് കൊണ്ട് ഇതെല്ലാം എനിക്ക് സത്യമായി തോന്നുന്നു. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ വെറും ലീലകൾ മാത്രമാണെന്ന് എനിക്ക് അറിയിച്ചു തരണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മൾക്കും ഇത് പ്രാർത്ഥിക്കാം. ഭഗവാനെ, എന്നെ മായയിൽ നിന്നും രക്ഷിച്ച് ഭഗവാനിലേക്ക് ഏകീഭവിപ്പിക്കണമേ എന്ന്. ലക്ഷ്യം പ്രകാരമൊരു സൃഷ്ടിപ്പതിന്നുമിത രക്ഷിപ്പതിന്നുമത ശിക്ഷിപ്പതിന്നുമിഹ വിക്ഷേപമാവരണമീ രണ്ടു ശക്തികളുമെങ്കെന്നുദിച്ചവകൾ നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 58-ാമത്തെ ശ്ലോകം അക്ഷരമാലയിലെ വ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുകയാണ്.
വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കതി ഉലകേഴും രണ്ടുമിഹ ഭവനം നമുക്കു ശിവനയനങ്ങൾ രാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമഃ. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കതി ഉലകേഴും രണ്ടുമിഹ ഭവനം നമുക്കു ശിവനയനങ്ങൾ രാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമഃ. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും ഉദരം നമുക്കുതി ഉലകേഴും രണ്ടുമിഹം ഭവനം നമുക്കു ശിവനയനങ്ങൾ രാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമഃ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. വദനം നമുക്കു ശിഖി, എൻ്റെ മുഖം അഗ്നിയാണ് എന്ന് പറയും. വസനങ്ങൾ സന്ധ്യകളും, വസ്ത്രങ്ങൾ 3 സന്ധ്യകളുമാകുന്നു. ഉദരം നമുക്കുതി, എൻ്റെ വയറ് സമുദ്രമാണ്. ഉലകേഴും 2 ഇഹ, 14 ലോകങ്ങളും. ഉലക് 7 2 7 2 7 2 14 ലോകങ്ങളും. ഭവനം നമുക്ക്, എൻ്റെ ഭവനമാണ്. ശിവനയനങ്ങൾ രാത്രി പകൽ, കണ്ണുകൾ രാത്രിയും പകലുമാകുന്നു. അഹമേവ വിശ്വതനു, വിശ്വം തന്നെ ശരീരമായിട്ടുള്ള വിരാട് രൂപൻ ഞാൻ തന്നെയാണ്. ഹരിനാരായണ, അതായത് പരമാത്മാവിനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ എഴുത്തച്ഛൻ നടത്തുന്നത്. എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ വിഷ്ണു ഭഗവാൻ സർവവ്യാപിയാണ് എന്ന് പറയുകയാണ് അല്ലേ. ഈ ഓരോ അക്ഷരങ്ങളാൽ തുടങ്ങുന്ന ഈ കീർത്തനങ്ങളൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ആചാര്യൻ ചെയ്യുന്നത്. എന്ത് നമ്മൾ കീർത്തിച്ചാലും അത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ തന്നെയാണ് കീർത്തിക്കുന്നത്. ആ സ്വരൂപൻ നമ്മളിൽ നിന്നും അന്യമല്ല എന്നതാണ് ഈ ശ്ലോകങ്ങളിലെ താല്പര്യം അല്ലേ. ആചാര്യൻ എല്ലാത്തിനെയും വിഷ്ണുവായി കാണുന്നത് അല്ലേ. കണ്ണിൽ പെടുന്നതെല്ലാം വിഷ്ണു രൂപം. എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നുവോ അത് വിഷ്ണുവിനെ ആരാധിക്കുന്ന കീർത്തനങ്ങളാണ്. എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുവോ അത് നാരായണനുള്ള അർച്ചനകൾ. പ്രപഞ്ചമാകെ ഹരിയുടെ രൂപം അല്ലേ. ഭഗവാന്റെ ആ ചക്രപാണിയായി ഭണി രാജൻ്റെ ശയനത്തിൽ കടന്ന് വനമാലിയും കൗസ്തുഭമായ അലങ്കാരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ 56-ാമത്തെ കീർത്തനത്തിൽ കണ്ടിരുന്നു. അതിനുശേഷം പറഞ്ഞിരുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും ലയിപ്പിക്കുന്നതുമൊക്കെ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ടാണ് എന്ന് പറയുന്നു അല്ലേ. അങ്ങനെ നമ്മൾ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ബദ്ധരായിരിക്കുന്നത് കൊണ്ടാണ് ഈ പരമാത്മാവ്, ഈ സർവാലങ്കാര വിഭൂഷിതനായ പരമാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് അല്ലേ. അത് അറിയണമെങ്കിൽ നമ്മൾ ഭഗവാനുമായി അടുക്കണം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾക്കും അതിനായി പരിശ്രമിക്കാം. അഹമേവ വിഷ്ണു, എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് വിഷ്ണു വിഷ്ണു എന്നുള്ള ആ ചിന്തനം നമ്മൾക്ക് എന്നും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് അല്ലേ. ഭഗവാനിൽ നിന്നുണ്ടായ പ്രപഞ്ചം താൻ തന്നെയാണ് വിശ്വം എന്ന് നമുക്കിവിടെ ഭഗവാൻ കാട്ടിത്തരികയാണ്. എങ്ങനെയാണോ യശോദാമ്മയ്ക്ക് ഭഗവാൻ വാ പിളർന്ന് വിശ്വം മുഴുവൻ കാട്ടി തന്നത്, അതുപോലെ തന്നെ ഇവിടെ എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ ഉലക് മുഴുവൻ വിരാട് രൂപനായ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലേ. ഇവിടെ അഗ്നിയുടെ ഉദാഹരണം കണ്ടിരുന്നു. അഗ്നി എന്നത് സർവവ്യാപിയാണ്. ദേവന്മാരുടെ മുഖവുമാണ് അഗ്നി എന്നാണ് പറയുന്നത്. അത്ര തേജസ്സാണ്. ദേവതാ സങ്കല്പത്തോടു കൂടി നമ്മളിവിടെ ഭഗവാനെ
അർച്ചിക്കുന്നത്. ഇവിടെ അഗ്നി എൻ്റെ മുഖം, അതായത് നമ്മൾ എന്ത് അഗ്നിക്ക് കൊടുത്താലും അത് അഗ്നി പെട്ടെന്ന് അതിനെ സ്വീകരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ അർച്ചിച്ചാലും ഭഗവാന്റെ അർച്ചനയാണ്, ഭഗവാൻ അത് സ്വീകരിക്കും അല്ലേ എന്ന് പറയുന്നു. സന്ധ്യകളൊക്കെ വസനങ്ങളാണെന്ന് പറയുന്നു. ഭൂമിയുടെ ഈ ഭ്രമണത്തിൻ്റെ അനുസരിച്ച് അല്ലേ, ഈ സൂര്യപ്രകാശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, പ്രദോഷ സന്ധ്യ എന്ന 3 സന്ധ്യകളുണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം. രാത്രിയുടെ അവസാനവും പകലിൻ്റെ തുടക്കവും ചേരുന്നത് പ്രഭാത സന്ധ്യ. സൂര്യപ്രകാശത്തിൻ്റെ ഉയർച്ച അതിൻ്റെ താഴ്ചയും ചേരുന്നത് മധ്യാഹ്ന സന്ധ്യ. അതിനുശേഷം പകലിൻ്റെ അവസാനവും രാത്രിയുടെ തുടക്കവും ചേരുന്നത് പ്രദോഷ സന്ധ്യ. പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് ഭൂമിക്ക് എന്താണ്, ഓരോ സന്ധ്യകളിലും വർണ്ണങ്ങൾക്ക് മാറ്റം വരും അല്ലേ. ഭൂമി വസ്ത്രങ്ങൾ മാറി മാറി ധരിക്കുന്നത് പോലെ എന്ന് ഈ സന്ധ്യകളുടെ നിറം മാറുന്നതിനെ ഇവിടെ ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ധ്യകൾ കാലഗതിയിലുണ്ടാകുന്നതാണ്. കാലം മാറുന്ന അനുസരിച്ചല്ല, സമയം മാറുമ്പോൾ സന്ധ്യകളുടെ രൂപവും മാറും. അപ്പോൾ കാലത്തിൻ്റെ പ്രതീകമായും ഇതിനെ നമ്മൾക്ക് പറയാവുന്നതാണ്. ഇവിടെ ഭഗവാൻ കാലസ്വരൂപിയാണെന്ന് നമ്മൾക്ക് ചിന്തിക്കുന്നത്. അതിനും കൂടെ വേണ്ടിയാണ് ഈ ഒരു അലങ്കാര പ്രയോഗം എഴുത്തച്ഛൻ നടത്തിയിരിക്കുന്നത്. എല്ലാ ജീവികൾക്കും ജീവനമായിരിക്കുന്നത് എന്താണ്? ജലം. ആ ജലത്തിന് ആകാരമാണ് സമുദ്രമല്ലേ. അപ്പം എണ്ണമറ്റ ഈ സർവ്വജീവ ചരാചരങ്ങൾക്കും ജന്മം നൽകിയത് ഭഗവാനാണ് എന്ന് പറയുന്നു. ആ ജീവജാലങ്ങൾ എന്താണ്? ജലമുണ്ടെങ്കിലേ നിലനിൽക്കുകയുള്ളൂ അല്ലേ. ഭൂമിയിലുള്ള എല്ലാ ജലവും ഏറ്റുവാങ്ങി വീണ്ടും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയായും ഉറവയായും നദിയായും വീണ്ടും ഒഴുക്കുന്നത് അല്ലേ. ഈ ജലവിതരണ പ്രക്രിയയ്ക്ക് ആധാരമായിരിക്കുന്നത് സമുദ്രമാണല്ലേ. ആ സമുദ്രം തൻ്റെ ഉദരമായി ഇവിടെ പറയുകയാണ്. അപ്പോൾ 14 ലോകവും തൻ്റെ ഭവനം, ഭഗവാനില്ലാത്ത ഒരു സ്ഥലം പോലുമില്ല എന്ന്. ഭഗവാന്റെ വീടാണ് 14 ലോകവും, സർവവ്യാപി എന്ന് വീണ്ടും പഠിപ്പിച്ചു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. താൻ കണ്ണടയ്ക്കുമ്പോൾ ലോകമാകെ ഇരുട്ട് പകരും, ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ ലോകമാകെ പ്രകാശം പകരും അല്ലേ. അങ്ങനെയാണ് ഈ ഇരുട്ടും പകലും ഉണ്ടാകുന്നത് എന്നാണ് സങ്കല്പം. ഇത് സ്വയം കാലത്തിൻ്റെ പ്രതീകമായും നമ്മൾക്ക് കാണാവുന്ന സങ്കല്പമാണ്. രാത്രിയും പകലും ഒന്നിനൊന്നോട് ചേർന്ന് അല്ലേ, ഒന്ന് പോകുമ്പോൾ മറ്റൊന്ന് വരും. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമൊക്കെ ഉണ്ടായി യുഗമുണ്ടാകുന്നു, കൽപ്പാന്തമുണ്ടാകുന്നു അല്ലേ. അങ്ങനെ മാറി മാറി ഭഗവാൻ ഇങ്ങനെ കാലചക്രനായി തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ കാലഗതിയിലാണ് ഭുവനങ്ങൾ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നത്. ആ സർവ നിയാമകനായ പരമാത്മാവിൻ്റെ കാലഗതിക്കു കാരണം ഭഗവാൻ കണ്ണു തുറക്കുന്നതും അടയ്ക്കുന്നതും കൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ പറയുന്നു, അഹമേവ വിശ്വതനു, ഭഗവാൻ തന്നെയാണ് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മളും ഈ കാലചക്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ കാലചക്രം തിരിക്കുന്നത് പരമാത്മാവാണ്. അതുകൊണ്ട് ഭഗവാനെ, കാലസ്വരൂപിയായിരിക്കുന്ന അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. ഭഗവാൻ സർവവ്യാപിയായി തൻ്റെ ഭുവനമായി എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. ആ ലോകത്തിലെ ഒരു അണുവാണ് നാം എല്ലാവരും. അപ്പോൾ ഭഗവാന്റെ ഭുവനത്തിലാണ് നാമും ജീവിക്കുന്നത് എന്ന് ഓർത്താൽ മാത്രം മതി. ആ ഓർമ്മ നമ്മൾക്ക് പകർത്തി തരികയാണ് എഴുത്തച്ഛൻ ഈ ശ്ലോകങ്ങളിലൂടെ ചെയ്യുന്നത്. വദനം നമുക്കു ശിഖി വസനങ്ങൾ സന്ധ്യകളും, ഉദരം നമുക്കതിയുല കീഴും രണ്ടുമിഹ
ഭവനം നമുക്കു ശിവനയനങ്ങൾ രാത്രി പകൽ അഹമേവ വിശ്വതനു നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ബാക്കിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.